ആദ്യത്തെ ആയത്തിന്റെ 2 ഭാഗം കഴിഞ്ഞു. ഒന്ന് തബാറക. ഈ ആയത്തിൽ 3 കാര്യങ്ങളാണുള്ളത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് ഏതാ? അള്ളാഹുവിന്റെ മഹത്വം വിവരിക്കുന്ന തബാറക, അതാണ് കൊണ്ട് ഒരാശയം. രണ്ടാമത്തെ മഹത്തായ ആശയം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെയും മഹിമയാണ്. അതാണ് നസ്സലൽ ഫുർഖാന അല അബ്ദിഹി എന്ന് പറഞ്ഞത്. മൂന്നാമത്തത് പിന്നെ ലിയകൂന ലിൽ ആലമീന നദീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിന്റെ സാർവലൗകികത അഥവാ ആലമിയത്തു റിസാല എന്ന് പറയും അറബിയിൽ. അതാണ് മൂന്നാമത്തെ വിഷയം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ ഇന്ന് അതിൽ ആയത്ത് തുടങ്ങുന്നത് തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി. ഈ ഫുർഖാൻ തന്റെ അടിമക്ക് അവതരിപ്പിച്ച അള്ളാഹു എത്ര അനുഗ്രഹീതൻ. പിന്നെ പറയാ ലിയകൂന. എന്തിനാ ലീ പറഞ്ഞത്? ലാം എന്തിനാ കൊണ്ടുവന്നത്? ലീ എന്തൊക്കെ നിങ്ങൾ പഠിച്ച ലാം എന്തിനാ? മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കണേ. എന്തിനാ ലീ? വേണ്ടി. അതിന് അറബി പറയാ തഅലീൽ എന്നാ. തഅലീൽ. തഅലീൽ എന്ന് പറഞ്ഞാല് എന്താ? തഅലീൽ എന്ന് പറയുന്നത് 2 ആശയത്തിനാണ് ലാം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് പിന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരണ നൽകുന്ന പിന്നെ അവ്യയം. ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണ, അതിനുള്ള ഉത്തേജനം നൽകാനാണ് ലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അത് കാണിക്കാനാണ് ലാം കൊണ്ടുവരുന്നത്. അപ്പൊ 2 ആശയത്തിനാണ് ഒന്ന് കൊണ്ടുവരുന്നത്. ഒന്ന് ഓയത്തു ഷെയ് എന്ന് പറയും, ഒരു കാര്യത്തിന്റെ പിന്നെ എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് കാണിക്കാൻ. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആകുന്ന ഫുർഖാൻ മുഹമ്മദ് നബി ആകുന്ന അബ്ദിന് അവതരിപ്പിച്ചു കൊടുത്ത് എന്തിനാ? അതിന്റെ ഉത്തരാണ് ലി. ഇന്ന കാര്യത്തിന് വേണ്ടി, ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി. ഞാൻ പ്രവാചകൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ആ പറയുന്നത്. ലിയകൂന. ആ പ്രവാചകൻ ആയിരിക്കണം, ആയിരിക്കാൻ വേണ്ടി. എന്താ? ലിൽ ആലമീന. എന്താണ് അതിന്റെ അർത്ഥം? അവിടെ ഒന്ന് ശ്രദ്ധിക്കാണ്ട് നിങ്ങള്. ഇതെന്താ? നിങ്ങളെന്താ വായിക്ക? നിങ്ങൾ വായിച്ചാണ് ആലിം. സെക്കൻഡ് ഇവിടെ ഇതെന്താ നിങ്ങൾ വായിക്കുക? ആലിം. വേറെ ആർക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അല്ലെ. ഇനിയാണ് മനസ്സിലാക്കേണ്ടത്. കെസ്റാണ് വരുന്നതെങ്കിൽ ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ. ഫതഹാണ് വരുന്നതെങ്കിലോ ലോകം. മനസ്സിലായങ്ങള്? ഒരു ഹർക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോ അറബി ഭാഷയുടെ പ്രത്യേകത നോക്കിങ്ങള് അല്ലേ? ഒന്ന് പണ്ഡിതൻ, അറിവുള്ളവൻ. ആലിം. ആലമോ ലോകം. അതിന്റെ ബഹുവചനാണ് ഇത് ആലമീൻ. ആലിമീൻ എന്നാണോ? അല്ല. ആലിമീൻ എന്നാണെങ്കിൽ അറിവുള്ളവർ. ആലമീൻ ലാമിന് ഫത്ത് വന്നാൽ ലോകർ, ലോകം എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം. നോക്കിയാൽ അതിനപ്പം നിങ്ങളോട് ചോദിച്ച് മറക്കാൻ പാടില്ല. അപ്പം ലിയകൂന, ആ പ്രവാചകൻ ആവാൻ വേണ്ടി. ലിൽ ആലമീന, ലോകർക്ക് എന്താവാൻ വേണ്ടി? നദീറ. നദീർ എന്ന് പറഞ്ഞാല് താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ അല്ലേ? അൻസറ, അതിന്റെ മറ്റൊരു രൂപമാണ് ഇത് നദീർ, മുന്നറിയിപ്പ്. എന്താ ഈ മുന്നറിയിപ്പ് അറിയണത്? വാണിംഗ് എന്ന് അറിയണത് എന്താ? എനിക്ക് മനസ്സിലായി വാണിംഗ് ആണെന്ന്. നിങ്ങൾ എപ്പോഴാ ഇന്നോട് വാണിംഗ് ചെയ്യാ? ഞാൻ പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയാലേ നിങ്ങൾ വാണിംഗ് പറയാ. അതിന് വാണിംഗ് എന്ന് പറയില്ല. തെറ്റ് പറ്റണതിന് മുമ്പ് പറയണം. തെറ്റ് പറ്റണതിന്റെ മുമ്പ് പറയണം. അതാണ് നദീർ.
മനസ്സിലായോ? തെറ്റ് പറ്റിയിട്ട് എന്ത് ചെയ്തെന്നല്ല, അതിനെന്താ പറയാ, അധിക്ഷേപം എന്നൊക്കെയാണ് പറയല്, അല്ലേ? ഇനി തിരിച്ചു വരിക. അപ്പൊ ഈ ആയത്തിൽ 3 പ്രധാന വിഷയങ്ങൾ, അല്ലേ? 1 അള്ളാഹുവിന്റെ അളമത്ത്, 2 വിശുദ്ധ ഖുർആനിന്റെ അവതരണം, പ്രവാചകന്റെ മഹിമ, 3-മത്തെ കാര്യമാണത് ലിയകൂന ലിൽആലമീന നദീറ. ഈ വിശുദ്ധ ഖുർആനിന്റെ സാർവലൗകികത അഥവാ എല്ലാവർക്കും, ഏതെങ്കിലും ഒരു വ്യക്തിക്കാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ അതത് ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണല്ലോ, അല്ലെ? ഓരോരുത്തരും. ഉദാഹരണം നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബിന്റെ ജനതയിൽ മാത്രം ഒതുങ്ങാണ്. പിന്നെ ഹൂദ് നബി അലൈഹിസ്സലാം എവിടേക്കാ വന്നത്? ആദ് ഗോത്രത്തിലേക്ക്. പിന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാം എങ്ങോട്ടാ? സമൂദ് ഗോത്രത്തിലേക്ക്, അല്ലേ? മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇവരൊക്കെ എങ്ങോട്ടാ? ബനു ഇസ്രായേൽക്കാരിലേക്ക് വന്ന പ്രവാചകന്മാരാണ്, അല്ലെ? മൂസാ നബിയും ഈസാ നബി. മുഹമ്മദ് നബിയോ മക്കക്കാർക്ക് ആണോ? അല്ല, മക്കക്കാർക്കല്ല. പിന്നെ എല്ലാവർക്കും കൂടി വന്നതാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കക്കാർക്ക് മാത്രാണോ? അല്ല. ജസീറത്തുൽ അറബിന് മാത്രാണോ? അല്ല, അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും സിറിയ, ബഹ്റൈനോ, ഖത്തറോ, കുവൈത്തോ ആണോ? അല്ല, മുഴുവൻ ആളുകൾ, ലോകർക്ക്. അതാണ് ലിയകൂന ലിൽ ആലമീന എന്ന് പറഞ്ഞിടത്തുള്ള സാർവലൗകികത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നത് കാണാം, വമാ അർസൽനാക, നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ ജനങ്ങളിലേക്കുമല്ലാതെ, ബഷീറൻ വനദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. അപ്പൊ പ്രവാചകന് മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ മറ്റിടത്ത് പറയുന്നത് കാണാം, കുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹ്, നബിയെ ജനങ്ങളോട് പറയുക, ഓ ജനങ്ങളെ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. ഇലൈക്കും ജമീഅ, എല്ലാവർക്കുള്ള. ഏതെങ്കിലും അറബികൾക്ക് മാത്രാണോ? അല്ല, എല്ലാവർക്കുള്ള ദൂതനാണ്. അതന്നെയാണ് ഇവിടെ പറയുന്നത്, ലിയകൂന ലിൽ ആലമീന നദീറ എന്ന് പറയുന്നത്. അപ്പം അല്ലാഹു തആല ലിൽ ആലമീന എന്ന പദപ്രയോഗം ഉപയോഗിച്ചത് ഇൻസിനും മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനും അറബികൾക്കും അനറബികൾക്കും വെളുത്തവനും വെള്ളക്കാരനും കറുത്തവനും ഏത് കാലഘട്ടത്തുള്ളവനും കിയാമത്ത് നാൾ വരെയുള്ള ഏത് സ്ഥലത്തും ഏത് കാലത്തും ജീവിക്കുന്ന എല്ലാവർക്കുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് അയച്ചിട്ടുള്ളത്? ആ പ്രവാചകനെ അയച്ചിട്ടുള്ളത്. അല്ലാതെ മക്കക്കാർക്കോ ഖുറൈശികൾക്കോ മാത്രമുള്ളത് അല്ല എന്നുള്ളതാണ്. ഇനി പ്രവാചകന്റെ ഹദീസിലും ഇത് നമുക്ക് തെളിവ് കാണാം. പ്രവാചകൻ ഒരു കാര്യമാണ്, കാന നബി യുബഅസു ഇലാ ഖൗമിഹി ഖാസ, ഓരോ പ്രവാചകന്മാരും അതത് ജനങ്ങളിലേക്കുള്ള പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടിരുന്നു. എന്നാൽ വബുഇസ്തു ഇലന്നാസി ആമ്മ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അങ്ങനെ കാണാം, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മുഴുവൻ മൊത്തം ജനങ്ങളിലേക്കാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോ ഇനി നിങ്ങള് നദീറ എന്ന് പറഞ്ഞെടുത്ത് എന്താ ഉള്ളത്? മുന്നറിയിപ്പുകാരൻ, അല്ലേ? മുന്നറിയിപ്പുകാരെന്നാണല്ലോ വാക്കിന്റെ അർത്ഥം, അല്ലെ? ഒരു ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒരു വലിയ പട്ടണം ഒരു പട്ടണത്തിന് തീ പിടിച്ചു എന്ന് കൂട്ടാം, അല്ലേ? ഇവിടെ കോഴിക്കോട്ടുകാരില്ലേ? കോഴിക്കോട് അങ്ങാടിക്ക് തീ പിടിച്ചു, സപ്പോസ് തീ പിടിച്ചു. ഇവിടെ നിങ്ങൾ ഒരാളെ അയക്കാണ്, എന്തിന്? അവിടെ തീ പിടിക്കുന്നുണ്ട്, ആ കടന്നുറങ്ങണോലൊക്കെ ഒന്ന് വിളിച്ചെടുത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ പോയിട്ട് പിന്നെ ഏതാനും ചില ആളുകളെ, ആ കുടുംബക്കാരെയൊക്കെ നിങ്ങൾ വിളിച്ചെടുത്തി, ബാക്കിയൊക്കെ നിങ്ങൾ പിന്നെ അവിടെ ഉറങ്ങിക്കോട്ടോല്, അതിനെ ശല്യം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞയച്ച ആ ആള് നദീറാണോ? അല്ലേ? അല്ല, അതിന് നദീർ എന്ന് പറയൂല എന്നാ. അതിനെന്ത് പറയൂല? ഒരു പ്രദേശത്തെ മാത്രം ആണ് താക്കീത് ചെയ്യാനല്ല, മറിച്ച് ആ തീ പിടിച്ച മേഖലയിലെ എല്ലാ ഭാഗത്തുള്ള ആളെ താക്കീത് ചെയ്യാനാണ് എന്ത് പറഞ്ഞയച്ചത്. ഇതേ പ്രകാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ? അമ്പിയാക്കളുടെ ഒക്കെ അവസ്ഥ ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മക്കക്കാർക്കോ
ഒരു ഖുറൈശിക്കാർക്കോ അല്ലെങ്കിൽ മദീന മക്കളുള്ള പട്ടണത്തിനോ മാത്രമുള്ളതല്ല, എല്ലാവർക്കുള്ള താക്കീതുകാരനാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ആ പ്രവാചകന്റെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്നമാ മസലി വ മസലുൻ നാസ്, എന്റെയും ജനങ്ങളുടെയും ഉപമ ഇപ്രകാരമാണ്. കമസലി റജുലിൻ ഇസ്തൗഖദ നാറ, ഒരു മനുഷ്യൻ വന്നിട്ട് തീ കത്തിച്ചു. ഫജഅലൽ ഫറാശി വൽ ജനാദിബ് യഖഅന ഫീഹാ, പ്രാണികളും പിന്നെ ചിതലുകളും ചിലന്തികളും ഒക്കെ എന്തായി? അതിലിങ്ങനെ വന്നു വീഴാൻ, പാറ്റകളൊക്കെ അതിലിങ്ങനെ വന്നു വീഴാൻ തുടങ്ങി. വഅന ആഹിദും ബിഹുജുദിക്കും, ഞാൻ നിങ്ങളുടെ പിന്നിൽ നിങ്ങളെങ്ങനെ പിടിച്ചു വലിക്കാൻ. അനിന്നാർ, ആ തീയിലേക്ക് ചാടാതിരിക്കാൻ നിങ്ങളെങ്ങനെ പിടിച്ചു വലിക്കാൻ. വഅൻതും തുഫ്ലിതൂന മിൻ യദി, എന്റെ കൈ കുതറി മാറ്റി നിങ്ങൾ വീണ്ടും ആ തീയിലേക്ക് പോവുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകനും പിന്നെ ആ സമൂഹവും തമ്മിലുള്ള ആ ഉപമ. അഥവാ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത് ഈ രൂപത്തിൽ താക്കീത് ചെയ്യാനാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് ചെയ്യാൻ പോകുമ്പോ തന്നെ അതിന്റെ പിന്നിൽ നിന്ന് പ്രവാചകൻ നമ്മെ എന്ത് ചെയ്യാണ്? പിടിച്ച് വേക്കോട്ട് വലിക്കുകയാണ് ചെയ്യണത്. ഈ ഉത്തരവാദിത്തമാണ് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങള് ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വലിയ പിന്നെ സുനാമി വരികയെന്ന് സങ്കല്പിക്കുക. സുനാമി വരികയെന്ന് സങ്കല്പിക്ക. അപ്പോ ആ സുനാമി വരുന്നത് കാണുന്ന ഒരാൾ എന്ത് ചെയ്യാ? എന്താ ചെയ്യാ? സാധാരണ ഉറക്കെ വിളിച്ചു പറയും, അല്ലേ? വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയുമ്പോ ആളുകളൊക്കെ എന്താവും? ജാഗരൂകരാവും. എന്നാൽ കുറച്ച് ആളുകൾ അത് സ്വീകരിക്കുന്നു, കുറച്ച് ആളുകൾ എന്ത് ചെയ്യണില്ല? സ്വീകരിക്കണില്ല. സ്വീകരിച്ച ആളുകൾ എന്ത് ചെയ്യും? ആ സുനാമി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ഞങ്ങളെ നേരത്തെ അറിയിച്ചല്ലോ അയാൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? താങ്ക്സ് പറയും, ശുക്ർ പറയും, അല്ലേ? എന്നാൽ സ്വീകരിക്കാത്തവരോ പിന്നെ ഈ വാണിംഗ് നൽകിയ ആളെങ്ങനെ പരിഹസിച്ചു കൊണ്ടിരിക്കും. ഇതാണ് ഓരോ പ്രവാചകന്മാർക്കും ഏൽക്കേണ്ടി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദൗത്യവുമായി വരുമ്പോ, ഈ വിശുദ്ധ ഖുർആനുമായി വരുമ്പോ, ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യും? പരിഹസിക്കും. ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യും? അത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ മനുഷ്യ രാശിക്ക് മുഴുവനുള്ള ഒരു താക്കീതുകാരനാണ് പ്രവാചകൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ ഇന്നമാ അനലക്കും നദീറും മുബീൻ. മറ്റൊരായത്തിൽ അങ്ങനെയും കാണാം. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? നബിയെ, നാം നിന്നെ അയച്ചിട്ടില്ല സാക്ഷിയായിട്ടല്ലാതെ, മുബശ്ശിറായിട്ടല്ലാതെ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടല്ല, നദീറ താക്കീത് നൽകുന്നവനായിട്ടല്ലാതെ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങള്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമുക്കൊരു ഉപമയിലൂടെ എങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു അപകടം ഉണ്ടാകുമ്പോ, നമ്മളെ ആക്രമിക്കാൻ ഒരു ശത്രു വരുന്നു എന്ന് ഉണ്ടാവുമ്പം ആ ശത്രുവിനെ നമ്മൾ പെട്ടെന്ന് കാണാൻ എവിടെ കയറിക്കും? ഉയരമുള്ള സ്ഥലത്ത് കയറിക്കും, അല്ലേ? ഉയരമുള്ള സ്ഥലത്ത് കയറിന്നാൽ ഏതു ഭാഗത്തു നിന്നാണ് ശത്രു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉയരമുള്ള സ്ഥലത്ത് കയറിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? നബി തന്നെ പറയാണ്, ഇന്നമാ മസലി വ മസലു മാ ബഅസനി അല്ലാഹ്, എന്നെയും പിന്നെ എന്നെ നിയോഗിച്ചതിന്റെയും ഉപമ കമസലി റജുലിൻ അതാ ഖൗമൻ, ഒരു മനുഷ്യനെ പോലെയാണ്. അയാൾ തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് വക്കാലെ യാ ഖൗമി ഇന്നി റഅയ്തുൽ ജൈശ, എന്റെ എന്റെ ജനങ്ങളെ, ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ്. അതുകൊണ്ട് ഫന്നജ, രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് ഇമാം ബുഖാരി വിവരിക്കുന്ന ഒരു ഉപമ രൂപത്തിൽ വിവരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പോ ശത്രു വരുന്നു എന്ന് ഒരു താക്കീത് നൽകുന്ന പ്രവാചകൻ വന്നിട്ടും അവരെന്ത് ചെയ്തില്ല? രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് നദീർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളെ സ്വന്തം ജീവിതത്തിലേക്ക് വരിക. നമ്മളെ നിത്യജീവിതത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ നദീർ നമ്മൾ നിത്യജീവിതത്തിൽ മനസ്സിലാക്കുക? നമ്മൾ ഉംറക്ക് പോവാന്ന് സങ്കല്പിക്കുക, അല്ലേ? നിങ്ങൾ ഉംറക്ക് പോവാറില്ലേ? നീണ്ട യാത്രയായിരിക്കും.
ഡ്രൈവർ എന്ത് ചെയ്യും? തൂങ്ങും ഇടയ്ക്ക്. ഡ്രൈവർ തൂങ്ങൂലേ? ഉറക്കം തൂങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടേ? ഇയാൾക്ക് ശരിക്കും അറിയാം നമ്മളെ മൗലവിക്ക്. ഉറക്കം തൂങ്ങും. അപ്പം ചില അമീറന്മാര് പോയിട്ട് മുഖത്ത് ഒറ്റടി അടിക്കും. കണ്ടിട്ട് നിങ്ങൾ അടിക്കണത്? അങ്ങനെ അടിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഉറങ്ങാണെങ്കിൽ നല്ല അടി കൊടുക്കണം, നല്ല അടി കൊടുക്കണം. ചിലവര് വർത്താനം പറയല. അടിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ഈ അടിക്കണത്? അയാൾ ശത്രുവായിട്ട് അയാൾ അടിക്കണത് ആണോ? അയാൾ ശത്രു ആയതുകൊണ്ടാ? ഇല്ല. ഈ അടി കിട്ടിയാലേ അയാൾ ഉണരുള്ളൂ. എന്നും പറഞ്ഞ് മൂളൊക്കെ പാട്ടൊന്നും പാടി അയാൾ ഉണരൂല, വീണ്ടും ഉറങ്ങാ ചെയ്യാ. അപ്പം കാരണം എന്താ? മുന്നിൽ തായിഫിലെ ആ ചെരിവുകളാണ്. വണ്ടി അങ്ങനെ ഉറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? അതിലേക്കാട് ചാടും. അങ്ങനെ കൊയ്ത്തുനിന്ന് പോയി ചാടിയ കണ്ടില്ല നിങ്ങളാരും കേട്ടീനോ? ഫൈഹന്ന് പോയൊരു ഇത് കുറെ കുട്ടികൾ മരിച്ചു. ഫൈഹയിലെ കുട്ടികൾ ആ തായിഫിൽ അവിടെ പിന്നെ ഇത് പോയിട്ട് അല്ലേ, അതിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പം എന്തിനാപ്പം ഞാൻ പറഞ്ഞത്? ഇവിടെ ഈ അമീറിന്റെ ജോലി അയാളെ ചിലപ്പോൾ അടിക്കേണ്ടി വരും ഉറങ്ങാണെങ്കിൽ. കാരണം ഇതൊരാളെ ജീവനുമായിട്ടാണോ പോണേ? അല്ല. ഈ അടി യഥാർത്ഥത്തിൽ അയാളെ ഭയപ്പെടുത്താനല്ല ഈ അടി, മറിച്ച് അയാളോട് കാണിക്കുന്ന കാരുണ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താ കാരുണ്യം? എന്താ കാരുണ്യം? അയാളെയും രക്ഷപ്പെടുത്തുകയാണ്, ബസ്സിലുള്ളവരെയും രക്ഷപ്പെടുത്തുകയാണ്. അപ്പൊ ചിലപ്പോ അടി എന്താണ്? കാരുണ്യമാണ്. അല്ലേ? ഡോക്ടർ ചിലപ്പം സാധാരണ രോഗിയോട് ഡോക്ടർ എന്താ പറയാറുള്ളത്? എനിക്ക് രോഗമൊന്നും ഇല്ല എന്നാ പറയാ. ശരിയായ ഡോക്ടർ ആണെങ്കിൽ എന്താ പറയാ? എനിക്ക് ഇന്നെ രോഗമുണ്ട് മനെ. അല്ലേ? എന്തിനാണ് പറയണത്? എന്തിനാ പറയണത്? ഓനോടുള്ള കാരുണ്യം കൊണ്ടാണ് ആ ഡോക്ടർ പറയണേ. മറച്ചുവെക്കൽ എന്താ? കാരുണ്യല്ല. മറച്ചക്കൽ കാരുണ്യല്ല. നമ്മൾ മനസ്സിലാക്കി എങ്ങനെ മറച്ചേക്ക? ഓൻ പേടിച്ചു. ശരിക്ക് ഇന്നെ രോഗമുണ്ട്, അല്ലേ? എനിക്ക് സ്ട്രോക്കിന്റെ തകരാറുണ്ട്, അല്ലെങ്കിൽ ഇന്നാലിന്ന തകരാറുണ്ട്, അതുകൊണ്ട് ജീവിതത്തിൽ ജാഗ്രത പാലിക്കണം, ഒറ്റയ്ക്ക് അവിടെ നിൽക്കരുത്, കൂട്ടായിട്ട് നിൽക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കണം. എന്നാൽ അതിനനുസരിച്ച് എന്താവും? ഒരു ഷുഗർ രോഗിനോട് ഇന്ന ഭക്ഷണം കഴിക്കരുത്, കഴിച്ചാൽ കിഡ്നി ടിം അടിച്ചു പോകും എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എന്താ? ഷുഗർ രോഗിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ആരെയും ഷുഗർ ഉണ്ടോ? ആരുണ്ടോ? ഇല്ലാത്തവരും ഉണ്ടാവില്ല അല്ലെ? എത്ര തിന്നാലും വിശപ്പാറൂല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കില്ല, ഒരു അടയാളാണ്. എത്ര തിന്നാലും ചിലപ്പം പിന്നെ കുടുക്ക അങ്ങോട്ട് എന്താ നിങ്ങൾ പറയല്, കുടുക്കല്ലേ, അവിടെ മാറ്റി വെക്കേണ്ടി വരും, ചെമ്പട് മാറ്റി വെക്കേണ്ടി വരും. ആ ജാതി തീറ്റുന്നാളും ഷുഗറുകാര്. അപ്പം അത് കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ഓനോട് കാണിക്കുന്ന റഹ്മത്ത്. ഷുഗർ രോഗിയോട് കാണിക്കുന്നത് അത് കുറച്ച് ദൂരെ വെക്കുക, ഓനെ കാണാതെ വെക്കുക, അല്ലേ? അതാണ് ആ കാരുണ്യം എന്ന് പറയുന്നത്. എന്തിനാ അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞത്? അപ്പൊ വാണിംഗ് നൽകുക എന്നുള്ളത് ഭയപ്പെടുത്തലല്ല. ചിലപ്പോ അടി കൊടുത്ത് വാണിംഗ് നൽകേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും, അല്ലേ? ചില മെക്കാനിക്കൊക്കെ കണ്ടില്ല നിങ്ങള്? ചിലപ്പം ഇതൊക്കെ പഠിപ്പിക്കുമ്പം, ചില ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുമ്പം ഒരൊറ്റ അടിയായിട്ട് കൊടുക്കുന്നതാണ്. എന്തിനാണത്? എനിക്കൊക്കെ അടി കിട്ടീന്, പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അടി കിട്ടീന്. ഫറൂഖ് പഠിക്കുമ്പോ എനിക്ക് അടി കിട്ടീന്. അല്ല, അതെന്താ വെച്ചാൽ അയാൾക്ക് കാലില്ല, എന്നെ പഠിപ്പിച്ച ആൾക്ക് കാലില്ല, അയാൾ എന്നെ പഠിപ്പിച്ചോ. പക്ഷെ അന്ന് തൊട്ടിനി ഇന്ന് അറിയില്ല, അത് വേറെ വിഷയം. അപ്പൊ എന്തിനാ ഇപ്പൊ എനിക്ക് അടി കിട്ടിയേ? എന്തോ അശ്രദ്ധയിൽ ഇങ്ങനെ പോകുമ്പോ അവിടെ അടി കിട്ടണം, എന്നാലേ എനിക്ക് ഓർമ്മ വരുള്ളൂ, അല്ലേ? ആ കയറ്റത്ത് അവിടെ കൊണ്ടുപോയിട്ടല്ല നിർത്തേണ്ട, സൈഡാക്കി നിർത്തണം, ഫസ്റ്റ് ഗിയറിൽ ഇടണം എന്നൊക്കെ അപ്പളെ മനസ്സിലാവുക, പിന്നെ മനസ്സിലാവില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് അപ്പൊ അതെന്താ? എന്നോടുള്ള കാരുണ്യാണ് അയാൾ കാണിച്ച്, എന്നെ അടിച്ചതല്ലേ അയാള്, മനസ്സിലായില്ലേ? അപ്പം ഇൻസാർ എന്ന് പറയുന്നത് ലിയഖൂലലിൽ ആലമീന നദീറ. ഇൻസാർ എന്ന് പറയുന്നത് ഒരു ശിക്ഷയുടെ രൂപത്തിൽ ചിലപ്പോ വരും. ഇൻസാർ എന്ത് ചെയ്യും? ഒരു ഭൂമി കുലുക്കമായി വരും, ഒരു സുനാമിയായിട്ട് വരും, ഒരു അപകടമായിട്ട് വരും, ഒരു രോഗം, ഒരു പനിയായിട്ട് വരും. എന്തിനാ പഠിച്ച ഇടയ്ക്ക് നമ്മളൊരു പനി, ഒരു പല്ലുവേദനയൊക്കെ എടുത്ത് തരുന്നത്, കാലാവസ്ഥ ചേഞ്ച് ഒക്കെ എടുത്ത് തരുന്നത് എന്തിനാ? വാണിംഗ് ആണ്. അങ്ങനെ വാണിംഗ് വരും ജീവിതത്തിൽ. എന്തിനാ? നമ്മളോടുള്ള കാരുണ്യമാണ് അള്ളാഹു കാണിക്കുന്നത്. മനസ്സിലായോ? അതാണ് ആ ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഇനി കുറേ പേരടങ്ങുന്ന ഒരു വീടിന് തീപിടിക്ക. നമ്മളെ ഇസ്ലാമിൽ തന്നെ ആളുകളൊക്കെ ഉണ്ട്, ഓലൊക്കെ ഞാൻ വിളിച്ചോണിച്ച് കഴിച്ചവിടെ കടന്നോട്ടെ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നദീറാണോ?
അല്ല, എല്ലാരെയും വിളിച്ചുണർത്തണം. എല്ലാരെയും വിളിച്ചെടുത്തിട്ട് റൂമിന് തീ പിടിച്ചു എല്ലാരും പുറത്തു പോയിക്കൊള്ളണം. ഒച്ചയും വിളി ഉണ്ടാക്കണം. ആ ഒച്ചയും വിളി ഉണ്ടാക്കണോ മറ്റേ ഉറങ്ങണോന് ഡിസ്റ്റർബ് അല്ല, ആണോ? കാരുണ്യമാണ്. ഇതാണ് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വരുമ്പോ നദീറിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു തആല പഠിപ്പിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. കണ്ടോ, നബിയെ താങ്കളെ നിയോഗിച്ചിട്ടുള്ള ലോകർക്ക് കാരുണ്യം കാണിക്കാനാണ്. മക്കക്കാർക്കോ മുസ്ലിങ്ങൾക്കോ മാത്രാണോ? എല്ലാ മുസ്ലിങ്ങളോടും കാരുണ്യം കാണിക്കാനാണ് പ്രവാചകരെ താങ്കളെ നിയോഗിച്ചിട്ടുള്ളത്. നോക്കി നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആ ശൈലി. അപ്പം അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. മുഴുവൻ ജനങ്ങളോടും കാരുണ്യം കാണിക്കണം. മുഴുവൻ ജനങ്ങൾക്കും എന്ത് ചെയ്യണം? ഇത് കാണിച്ചു കൊടുക്കണം, ഈ ഇൻസാർ ചെയ്യണം എന്നുള്ളതാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ഇൻസാർ ചെയ്തത് 950 വർഷമാണല്ലോ, അല്ലേ? 1000 വർഷത്തിൽ നിന്ന് 50 ഒഴികെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫലബിസ ഫീഹിം എന്താണ് ആയത്ത്? അൽഫ സനത്തിൻ ഇല്ലാ ഖംസീന ആമ. അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷക്കാലം അവരിൽ പ്രബോധനം ചെയ്തു. എന്നിട്ടോ അവരെ വാണിംഗ് ചെയ്തു. രാപ്പകലുകളൊക്കെ, രാവും പകലും ഒക്കെ അങ്ങനെ ഇൻസാർ ചെയ്തുകൊണ്ട് ഇരുന്നു. പക്ഷെ ജനം സ്വീകരിച്ചോ? ഇല്ല, അവര് കളവാക്കിയപ്പോ എന്ത് വന്നു? ജലപ്രളയം വന്നു, തൂഫാൻ വന്നു, അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ആ പിന്നെ നൂഹ് നബിന്റെ സ്വന്തം ആളുകളെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല നൂഹ് നബി അലൈഹി സ്വലാം ഇവിടെ ഇൻസാർ നൽകിയത് അല്ല, മുഴുവൻ ജനങ്ങളെയാണ്, അല്ലേ? മുഴുവൻ ജനങ്ങളെയാണ് ആര് ഇൻസാർ നൽകുന്നത്? നൂഹ് നബി അലൈഹി സ്വലാം. അപ്പൊ അവരുടെയൊക്കെ ചരിത്രം. അപ്പൊ ആ ഇൻസാർ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്? അള്ളാഹു തആല അവരെ നശിപ്പിക്കണത്, അല്ലേ? വമാ അഹ്ലക്നാ മിൻ ഖർയത്തിൻ ഇല്ലാ ലഹാ മുൻസിറൂൻ. ഓരോ ഗ്രാമത്തെയും, ഏതൊരു രാജ്യത്തിന് അള്ളാഹു തആല നശിപ്പിച്ചിട്ടുണ്ടോ ആ നശിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ ഇൻസാർ നൽകുന്ന പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. ഒരു നാടിനെയും പ്രവാചകന്മാർ വന്നിട്ട് വാണിംഗ് നൽകാതെ ഒരു രാജ്യത്തെയും അള്ളാഹു തആല, ഒരു പ്രദേശത്തെയും അള്ളാഹു തആല നശിപ്പിച്ചിട്ടില്ല എന്നവിടെ പറയുന്നുണ്ട്, അല്ലേ? പിന്നെ ഹൂദ് നബി അലൈഹി സ്വലാമിന്റെയും സാലി നബി അലൈഹി സ്വലാമിന്റെയും ആ ചരിത്രത്തിൽ എന്താ ഉള്ളത്? ആദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആര്? ഹൂദ് നബി അലൈഹി സ്വലാം. സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആര്? പിന്നെ സാലി അലൈഹി സ്വലാം. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. ഭയാനകമായ ഒരു ദിവസത്തിന്റെ ശിക്ഷ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നു എന്ന വാണിംഗ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എന്ത് ചെയ്യണത്? നശിപ്പിക്കണത്. ഈ വാണി കൊടുത്തിട്ട് പോലും എന്താണ്? അവരുടെ ഹുങ്കും അവരുടെ ശക്തി മൂലം അവരെ അഹങ്കാരം നടിക്കാൻ. എന്നിട്ടാണ് അള്ളാഹു തആല എന്ത് ചെയ്യണത്? അവരെ പിന്നെ ശിക്ഷിക്കണത് എന്നതാണ് പറയുന്നത്, അല്ലേ? സാലി നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല ശിക്ഷിച്ചത് ഒരു ഘോര ശബ്ദം, സൈഹത്ത് എന്ന് പറയും. മറ്റ് ആദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ചതോ റീഹുൽ ഹക്കീം, വന്ധ്യമായ കാറ്റ്, അല്ലേ? ആ കാറ്റയുടെ അടിച്ചതോടുകൂടി എല്ലാം പിന്നെ നശിച്ചു നാമാവിശേഷമാവുകയാണ് ചെയ്തത് എന്നുള്ളതാ. അപ്പൊ അവരുടെയൊക്കെ ചരിത്രത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ആ പ്രവാചകന്മാർ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ഈ പരസ്യ പ്രബോധനത്തിന് വേണ്ടി നബിയോട് ആവശ്യപ്പെടുമ്പോ നബി എന്താ ചെയ്തത്? ആദ്യം എവിടെ പോയത്? സഫാ കുന്നിന്റെ താഴെ ഒരു മല ഉണ്ട്, ഇതിന്റെ പേരെന്താ? ജബൽ അബി കുബൈസ്, അല്ലേ? സഫന്റെ താഴെ, ഇത് സഫയാണെങ്കിൽ താഴെ ജബൽ അബു കുബൈസ് നിന്നിട്ട് റസൂലുള്ള വിളിച്ചു പറയും. എന്തിനാ ഉയരത്ത് വിളിച്ചെന്ന് പറയുന്നത്? ഉയരത്തുനിന്ന് എന്തിനാ പറയുന്നത്? ആ നബിയുടെ കുടുംബക്കാരായ അവിടുത്തെ പൗരപ്രമുഖന്മാരൊക്കെ താമസിക്കുന്നതിന്റെ ചുറ്റുവാ. അപ്പൊ പണ്ട് ബാങ്ക് കൊടുക്കണ എവിടുന്ന? പണ്ട് ബാങ്ക് കൊടുക്കണ ചണ്ട കിട്ടുന്ന കാലക്കാർ നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കുമ്പോ അറിയില്ല, അല്ലെ? അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി താഴോട്ട് പോകണം. പിന്നെ അങ്ങനെ ഒരു കാലഘട്ടം ആ ഉയരത്തിൽ കയറിയിട്ടാണ്. അങ്ങനെയാണ് ആ മുനാറൊക്കെ വരുന്നത്. ഉയരത്ത് കയറിയിട്ടാണ്, മുനാരത്തിന്റെ മുകളിലൊരു സ്ഥലം ഉണ്ടാവും, അവിടെ കയറിയിട്ടാ ബാങ്ക് കൊടുക്കുക. അന്ന് സ്പീക്കറൊന്നും ഇല്ല, അല്ലേ? അപ്പൊ എല്ലാരും ഈ ശബ്ദം കേൾക്കും. അല്ലേ? ഇന്നുണ്ടോ? എന്ത്? സമസ്ഥാന, അല്ലേ?
അപ്പൊ എങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും ഇത് കേൾക്കാൻ പറ്റും. അന്നത്തെ കാലഘട്ടം അതേനു. ഈ ഇതൊക്കെ ഒന്നുമില്ല, ലൗഡ് സ്പീക്കർ ഒന്നും ഇല്ലാത്ത കാലഘട്ടം അല്ലെ. ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബൽ അബൂ ഖുബൈസി കയറിയിട്ട് എല്ലാ പൗരപ്രമുഖർ കുടുംബക്കാരെയും അവിടുത്തെ നേതാക്കളെയൊക്കെ വിളിക്കാൻ, നബിന്റെ കുടുംബക്കാരൊക്കെ ഓരോ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറയണത്? നബി ചോദിക്കാണ്, അറഅയ്തും ലൗ അഖ്ബർതുക്കും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും അകുൻതും മുസദ്ദിഖിയ. ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു, ഈ മലക്കപ്പുറത്ത് നിന്ന്, ഈ തായ്വരക്കപ്പുറത്ത് നിന്ന് ഒരു കുതിരപ്പട നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ കൂട്ടരെ? ആരോടാ അത് ചോദിക്കുന്നത്? നബിന്റെ അളാപ്പമാരും മുത്താപ്പമാരൊക്കെ അടങ്ങിയ ആ വലിയ അവിടുത്തെ പ്രമാണികളോടാണ് ചോദിക്കുന്നത് അല്ലേ. അവരൊന്നടങ്കം എന്തേ പറഞ്ഞത്? നഅം, അതെ. അപ്പൊ നബി പറയാണ്, ഫഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, അല്ലേ, ഞാനിതാ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു അതിശക്തമായ ഒരു ശിക്ഷയെ പറ്റി താക്കീത് നൽകുകയാണ് എന്ന് പറയാണ് പ്രവാചകൻ. അതിന്റെ മുമ്പും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രവാചകൻ ഉപയോഗിച്ച ഒരു പദം എന്താണ്? നദീർ. എന്തിനാ? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചാൽ, തൗഹീദ് വിശ്വസിച്ചാൽ ഓക്കെ, ഇല്ലെങ്കിൽ എന്താ? നിങ്ങൾക്ക് വേദനാജനകമായ നരകശിക്ഷ വരാനുണ്ട് എന്ന താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പ്രഖ്യാപിക്കണം അല്ലേ. നോക്കി നിങ്ങള്, ഇതാണ് ലോകത്ത് ആദ്യമായിട്ട് സാർവ ലൗകികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായത് അല്ലെ. ദഅവത്തിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ പ്രഖ്യാപനം, ലോകത്തോട് പറഞ്ഞ പ്രഖ്യാപനം ഇതാണ്. ലിൽ ആലമീന എന്ന പദപ്രയോഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി ഇത് ലോകർക്കല്ല എങ്കിൽ, ഇത് സർവ ലൗകികത എന്ന് പറയുന്ന, ആലമിയത്ത് എന്ന് പറയുന്ന ആ ഒരു ഇത് ദീനുൽ ഇസ്ലാം ഇല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ഇത്രമാത്രം ആളുകൾ വരുമോ? എവിടെ ഈ സൽമാനുൽ ഫാരിസി ഒക്കെ ഉണ്ടായിരുന്നത്? സൽമാനുൽ ഫാരിസി എവിടെ? പേർഷ്യ അല്ലേ. മക്കത്ത, മദീനത്ത, ജസീറത്തുൽ അറബിലല്ല, അപ്പുറത്താണ്. പേർഷ്യക്കാരനാണ്. ആലോചിച്ച് നോക്കൂ, ആ പേർഷ്യക്കാരനായ സൽമാൻ എങ്ങനെയാണ് അവിടെ എത്തുന്നത്? സത്യാന്വേഷണം തേടിക്കൊണ്ട് ഒരുപാട് രാജ്യം ചുറ്റിയാണ്. ഒരു രാജ്യത്തെത്തും, മറ്റൊരു പ്രദേശത്തെത്തും, അങ്ങനെ കുറെ പണ്ഡിതന്മാർ അവിടെ ഉള്ളവരെ കാണും. അവസാനമാണ് ആരെ കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. അങ്ങനെയാണ് അയാൾ എന്ത് ചെയ്യണത്? ഇസ്ലാം സ്വീകരിച്ചു. ആ ഇസ്ലാം സ്വീകരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല എന്ത്? ഇജ്ജ് പേർഷ്യക്കാരനാണ്, ഇജ്ജ് അറബി അല്ല, ഇജ്ജൊന്നും ആട് വിട്ടിക്കെന്ന് പറഞ്ഞോ? ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല അല്ലേ. എന്താ ഹിന്ദി, എന്താ ബംഗാളി എന്ന് പറഞ്ഞോ? ഇല്ല. മറിച്ച് എന്തേ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ സൽമാൻ റളിയല്ലാഹുവിനോട് പറയുന്നത്, സൽമാനു മിന്നാ അഹ്ലുൽ ബൈത്ത്, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനാണ് ആര്? പേർഷ്യക്കാരനായ സൽമാൻ എന്ന റസൂലുള്ളാഹി പറയുന്നത്. നോക്കി നിങ്ങള്, അതാണ് ആ ലിൽ ആലമീന, ആ സർവ ലൗകികത എന്ന് പറയുന്ന ലോകർക്കെല്ലാവർക്കും ആളെ വ്യത്യാസമില്ല. അറബിയെന്നോ അനറബിയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉള്ളതാണ് ഏത്? ഈ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ദീനുൽ ഇസ്ലാമിന്റെ പതാകയ്ക്ക് കീഴിൽ അറബിയും അനർബിയും പേർഷ്യക്കാരനും അബിസീനിയക്കാരനായ കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹും അതേപോലെ റോമക്കാരനായ സുഹൈബ് റൂമിയും അതേപോലെ ഇവരൊക്കെ ഒരേ വലിയ വലിയ ഖുറൈശി പ്രമുഖന്മാരായ അബൂബക്കർ റളിയല്ലാഹുവിനെ പോലുള്ളവരും ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള പ്രമാണിമാരായ സമ്പന്നരായ ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലുള്ളവരും ഒക്കെ ഒരു പതാകയ്ക്ക് കീഴിൽ കറുത്ത നീഗ്രുവായ ബിലാലിനോടൊപ്പം ഒരുമിച്ച് കൂടാൻ കാരണം എന്താ? ലിൽ ആലമീന, ഈ സാർവലൗകികതയാണ്. ആലോചിച്ച് നോക്കുങ്ങള്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത് ലിയകൂന ലില്ലാലമീന നദീറ. ഇതൊരു വ്യക്തിക്കാണോ? ഏതെങ്കിലും ഇന്ത്യക്കാരനാണോ? അല്ല, എല്ലാവർക്കും അതാണ് ആ പറയുന്നത്. അപ്പൊ ഇതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹജ്ജിൽ വിടവാങ്ങണ ആ ഹജ്ജ് പ്രസംഗത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിളംബരം ചെയ്യുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1,00,000-ലധികം വരുന്ന ആ ആ ആളുകളുടെ മുന്നിൽ നിന്നിട്ട് പ്രവാചകൻ പ്രസംഗിക്കണം എന്താ? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളെ രക്ഷിതാവ് ഒന്നാണ്. വ ഇന്ന അബാക്കും വാഹിദ് അലാ ലാ ഫളല ലി അറബിയൻ അലാ അജമീൻ, ഒരു അനറബിയേക്കാൾ അറബിക്ക് യാതൊരു ശ്രേഷ്ഠതയില്ല.
അതേപോലെ വലാലി അജമീൻ അല അറബിയൻ, ഒരു അറബിക് പിന്നെ അനറബിക്ക് അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല. വല അഹ്മറ അല അസ്വദ, കറുത്തവന് വെളുത്തവനേക്കാളും വെളുത്തവന് ചുവന്നവനേക്കാളും അങ്ങനെയുള്ള കളർ വ്യത്യാസവും ഒന്നുമില്ല. ഇല്ലാ ബിത്തഖ്വ എന്ന് അതിന്റെ അവസാനം പറയുന്നുണ്ട്. ധർമ്മനിഷ്ഠ കൊണ്ടല്ലാതെ ഭക്തി കൊണ്ടല്ലാതെ വേറൊരാൾക്കും ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ബഹുമാനിക്കപ്പെടുന്നവൻ ഏറ്റവും കൂടുതൽ പിന്നെ തഖ്വയുള്ളവനാണ്. അല്ലാതെ അറബിയാണോന്നോ വലിയ സമ്പന്നനാണോന്നോ പൗരപ്രമുഖനാണോന്നോ നോക്കിയിട്ടല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി ലോകത്തോട് വിളംബരം ചെയ്യുന്നത്. നോക്കൂ നിങ്ങള്, മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുമ്പോ അതൊക്കെ വരുന്ന എത്രയോ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പ്രവാചകൻ ഇത് പറയുന്നത്. ഈ മനുഷ്യാവകാശ സമത്വ നിയമങ്ങളൊക്കെ എന്ന അടുത്ത കാലത്താ വന്നത്. അതുണ്ടാവുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദേശം ലോകർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള. നോക്കി നിങ്ങള്, അതിനേക്കാൾ അപ്പുറം നജ്ജാശി രാജാവ് അല്ലേ, നജ്ജാശി എവിടെയാണ്? ആഫ്രിക്കയിലാ അല്ലേ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാ. ആ നജ്ജാശി രാജാവ് ഈ ജസീറത്തുൽ അറബ്, അറബിയൻ കൺട്രിയിൽ നിന്നും വളരെ ബഹുദൂരാണ് അല്ലേ, വളരെ ദൂരെ ആണ്. എന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപ്പൊ കണ്ടിട്ടില്ല ആര്? നജ്ജാശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരങ്ങളൊക്കെ അറിയാണ്. കാണാതെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അയാൾ കേൾക്കാൻ ഇടയായി അല്ലെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കാൻ ഇടയായപ്പോ അയാളുടെ മനസ്സ് പിന്നെ വിനയമാകുകയും അങ്ങനെ അയാള് പിന്നെ നജ്ജാശി ആ രാജാവ് കരയുകയും ചെയ്തു എന്നുള്ളതാ. എന്നിട്ട് പറയാണ്, ആ നജ്ജാശി പറയാണ്, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ കാര്യവും ഈസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ഈ കാര്യവും ഒക്കെ ഒരേ പ്രകാശത്തിൽ നിന്ന്, ഒരേ മിഷ്കാത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒക്കെ ദൈവത്തിങ്കൽ നിന്നുള്ള അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കുങ്ങള്, എന്നിട്ട് അയാൾ നബിയിൽ വിശ്വസിക്കാണ്. ആര്? ആഫ്രിക്കക്കാരനായ ഒരു രാജാവായ നജ്ജാശി. ആലോചിച്ച് നോക്കൂ നിങ്ങള് അല്ലേ. അങ്ങനെ അതുകൊണ്ടാ നജ്ജാശി മരിച്ചപ്പോ നബി എന്ത് ചെയ്ത് അവിടെ മുമ്പിൽ ഉണ്ടായിനോ? ഇല്ല. വായിബായ മയ്യത്തിന് അത്രയും സ്നേഹമാണ് അല്ലേ. ആ സ്നേഹം എന്ന് മാത്രമല്ല, ആ ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്ത് മക്കയിലാ നബി ഉള്ളത്, മദീനയിലാ നബി ഉള്ളത്. എന്നിട്ടോ എത്രയോ ദൂരെയുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന നജ്ജാശി രാജാവ് നബിനെ കാണാതെ വിശ്വസിച്ചെങ്കിൽ അതിന്റെ അവസ്ഥകൾ ആലോചിക്കൂ. ഇത് മക്കക്കാർക്കായിരുന്നെങ്കിൽ എവിടെയാണ് ലില്ലാലമീന എന്ന് പറഞ്ഞു കൊടുത്ത അർത്ഥം ഉണ്ടാവുക? അങ്ങനെയാണ് ഇസ്ലാം ആ ഭൂഖണ്ഡത്തിലൊക്കെ എത്തുന്നത്. അപ്പം ഈ ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ദേശവർണ്ണ അതേപോലെ തന്നെ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് ലിൽ ആലമീന നദീറ എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം എന്ന് പറയുന്നത് ഒരു സൂര്യനെ പോലെയാണ്. എന്താ ഈ സൂര്യന്റെ സൂര്യന്റെ പ്രത്യേകത എന്താ? സൂര്യൻ ആർക്കാ അതിന്റെ പ്രകാശം നൽകുക? സൂര്യൻ ആർക്കാ പ്രകാശം നൽകുക? നിങ്ങള് പിന്നെ ഇന്ന നാഷണാലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് മാത്രാ സൂര്യൻ പ്രകാശം നൽകണത്? അല്ലെങ്കിൽ ഞങ്ങളെ കബീൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് മാത്രാ തരുന്നത് അല്ലേ? അല്ലെങ്കിൽ കുറെ പണക്കാർ താമസിക്കുന്നിടത്തോൽക്ക് മാത്രാ നൽകുന്നത്? ഇല്ല. ദേശ വർണ്ണ വ്യത്യാസമില്ലാതെ ഹരിജനം ഗിരിജനം അല്ലെങ്കിൽ ഉന്നതർ ബ്രാഹ്മൺ എന്നൊന്നും നോക്കിയിട്ടല്ല, എല്ലാവർക്കും അതിന്റെ പ്രകാശം നൽകുകയാണ് ഇത് സൂര്യൻ അല്ലേ? സൂര്യൻ. ഇതേപോലെയാണ് പ്രവാചകന്റെ റിസാലത്ത് എന്ന് പറയുന്നത്. എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാതി നോക്കിയിട്ടോ വർണ്ണം നോക്കിയിട്ടോ കളർ നോക്കിയിട്ടോ ഒന്നുമല്ല, മറിച്ച് എന്താണ്? എല്ലാവർക്കും ഈ സന്ദേശം, ഈ വിശുദ്ധ ഖുർആനിന്റെ പ്രകാശം എല്ലാവർക്കും കൊടുക്കുകയാണ്. അതാണ് ലിൽ ആലമീന എന്ന് പറയുന്ന ആലമിയത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ ഖുർആൻ ഒരു പിന്നെ ശാശ്വതമായ വേദഗ്രന്ഥമാണ് അല്ലേ? ലോകർക്കുള്ള ഒരു ഉത്ബോധനമാണ്. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ എന്ന് പറയുന്നത് ഇനിയൊരു പ്രവാചകൻ വരാനില്ല, നബി വരാനില്ല, ഖാത്തമുൽ അംബിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഈ സന്ദേശം ലോകർക്ക് മുഴുവൻ ഉള്ളതാണ് എന്നതാണ് നാം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ റിസാലത്ത് ഈ സൂര്യനെ പോലെ എല്ലാവർക്കും അതിന്റെ പ്രകാശം കിട്ടണം. അതാണ് അല്ലാഹു തആല പറഞ്ഞ ലിയകൂന
ലിൽ ആലമീന നദീറ എന്ന്. ഇനി നമുക്ക് എന്താ അവിടെ ഉത്തരവാദിത്തം ഉള്ളത്? നമ്മൾ ഇത് ലിയക്കൂന ലിൽ ആലമീന നദീറ എന്ന് പറഞ്ഞ് പോയാൽ മതിയോ? നമ്മളെന്താ, നമുക്കൊരു ഉത്തരവാദിത്തം, നമുക്കൊരു കടമല്ലേ? എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിയക്കൂന ലിൽ ആലമീന നദീറ, ലോകർക്കുള്ള താക്കീതുകാരനും മുന്നറിയിപ്പുകാരനുമാണെങ്കിൽ നമ്മളൊക്കെ എന്താവണം? യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ അതിന്റെ അംബാസഡർമാരാവണം എന്നുള്ളതാ. നമ്മളതിന്റെ പ്രചാരകരാവണം, അല്ലേ? അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ പ്രചാരകരാവണം? വേറെ പറയാൻ മാത്രല്ല, സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, അല്ലേ? എന്റെ സത്യസന്ധത കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വരും. കുറെ ഒരു പ്രസംഗവും ഒരു കുത്തുബനേക്കാൾ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുക എങ്ങനെ? അയാളുടെ സ്വഭാവം നോക്കിയിട്ടേക്കും. നിങ്ങൾ നോക്കി, ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണം എന്താ? ഒന്നാമത്തെ ഗേറ്റ് സ്വഭാവമാണ്, അല്ലേ? ഹസ്നുൽ ഖുൽഖാണ്. അപ്പം ആ സത്യസന്ധത പോലുള്ള ഹസ്നുൽ ഖുൽഖ് നമ്മളടുത്ത് വേണം. മറ്റുള്ളവരോട് അമുസ്ലിം ആണെങ്കിൽ പോലും കാരുണ്യം കാണിക്കണം. അതേപോലെ എന്ത് ചെയ്യണം? അവർക്ക് പിന്നെ ദഅവത്ത് എത്തിച്ചു കൊടുക്കണം. അതേപോലെ ഇസ്ലാമിന്റെ ആ തനിമയാർന്ന സ്വഭാവം അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലിയക്കൂന ലിൽ ആലമീന നദീറ എന്ന ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടത് എന്നുള്ളതാ. അപ്പം നോക്കുങ്ങള്, ഒരു ശരിയായ വിശ്വാസി എപ്പോഴും ക്രൂരിട്ടുള്ള രാത്രിയിൽ നമുക്ക് കിട്ടിയ ഒരു വിളക്ക് പോലെ. എന്താ ഈ ക്രൂരിട്ടുള്ള രാത്രിയിൽ വിളക്ക് കിട്ടിയാൽ എന്താ ഉണ്ടാവുക? ആ വിളക്ക് ഇങ്ങനെ കുറെ സംസാരിക്കും, കുറെ പ്രസംഗമൊന്നും ചെയ്യൂല. പക്ഷെ വിളക്ക് എന്ത് ചെയ്യും? എല്ലാവർക്കും വെളിച്ചം കാട്ടി കൊടുക്കും. മുസ്ലിമിനും കാണിച്ചു കൊടുക്കും, അമുസ്ലിമിനും കാണിച്ചു കൊടുക്കും. ആ വെളിച്ചത്തിലൂടെ എല്ലാവർക്കും നടക്കും. ഇതുപോലെയാണ് ആര്? യഥാർത്ഥ വിശ്വാസി. മുസ്ലിമിനും പ്രകാശം കാണിച്ചു കൊടുക്കണം, മുസ്ലിമിനും പ്രകാശം കാണിച്ചു. ആ റൂട്ടിൽ എല്ലാവരും നടന്നു പോകണം. ഇതാണ് ലിയക്കൂന ലിൽ ആലമീന നദീറ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിന് മാത്രമുള്ളതല്ല, മനുഷ്യരാശിയിലേക്ക് മുഴുവൻ മനുഷ്യരാശിയിലേക്കുള്ള പ്രവാചകനാണ് എന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറയുന്നത് അതാണ്. മതി അല്ലേ? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല